മോഡൽ എക്സാം ആയത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടു. ഫൈനൽ എക്സാം വല്ലതുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ എന്തരയോടാ വായിൽ തോർത്ത് തിരികെ കയറ്റി കൂമ്പിനിടിച്ച് അശയിൽ വിരിക്കും ഞാൻ. ഇല്ലത്തെ പാരമ്പര്യം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. പ്രഥമ, നീ അങ്ങനെയൊക്കെ പറയാൻ വളർന്നു. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോകുന്നു. എടാ പ്രഥമ, നീ അങ്ങനത്തെ കയ്യബത്തൊന്നും കാണിക്കരുത്. നീ ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് അടുക്കും ചിട്ടയും വന്നത്. പ്രത്യേകിച്ച് കുളിയും പല്ലുതേപ്പും വരാം. അതെങ്ങനെ? കാരണം നിന്റെ പേസ്റ്റ് ഇംപ്രഷൻ തോർത്തെടുത്തിട്ട് നമ്മൾ കുളിക്കാൻ നിനക്കൊക്കെ ചെയ്യണത്. ആ പേസ്റ്റ് ഒന്നും തരൂ, ഒന്ന് പല്ല് വെച്ചില്ല. ഈശ്വര, 100% കീടാണു. എന്റെ സോപ്പ് എനിക്ക് അലർജി വരത്തേ ഉള്ളൂ. അങ്ങനെ അലർജി എന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട. കൂടിപ്പോയാ വട്ടച്ചൊറി. ഇവന്റെ ഇടുക്കിന്റെ അവിടെ ചെറുതായിട്ടുണ്ട്. കണ്ടുപിടിക്കലെന്ന് കരുതിയ. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ പാർലേജി ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചതും നിങ്ങളായിരുന്നു അല്ലേ? ട്രീറ്റേഴ്സ്. അതിന്റെ ഗതികേരം നമുക്കില്ല പ്രഥമ. നീ പാർലേജി ബിസ്ക്കറ്റ് ആർക്കും കൊടുക്കാതെ കഴിക്കണ കണ്ടോണ്ട് അന്ന് രാത്രി ശങ്കരൻ, എന്റെ ചങ്ക് കൂട്ടുകാരൻ, എനിക്ക് പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നു. അറിയാമോ? എടാ, അന്ന് വാങ്ങിച്ചോണ്ടുവന്ന പാർലേജി ബിസ്ക്കറ്റ് ഇല്ലേ, അത് ഇവന്റെ ബാഗിൽ നിന്ന് അടുത്ത തന്നെ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഗതികേടില്ലടാ. ഇത് ഞാൻ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും. എന്റെ അടപ്രഥമ, ഈ സ്കൂൾ ലൈഫ് ഒക്കെ കഴിഞ്ഞാൽ നിനക്ക് ഓർക്കാൻ ഇവന്റെ വട്ടച്ചോറി നമ്മളെ ഈ തമാശകളൊക്കെ അല്ലേ ഉള്ളൂ. ജസ്റ്റ് ലീവ് ഇറ്റ് മാൻ. ഞാൻ വഴങ്ങില്ല. അങ്ങനെയാണെങ്കിൽ പാർലേജിക്ക് പകരം നമ്മൾ നിന്റെ അടുത്ത കറുത്ത കർച്ചീഫ് തിരിച്ചു തരാം. ഏത് കർച്ചീഫ്? ഏതെന്നാ അതാണ്ട ഇത്. ഈശ്വര, മരിച്ചുപോയ എന്റെ അപ്പൂപ്പൻ തന്ന കാണാതെ പോയ കോണകം. കോണകോ? ഈ വൃത്തികെട്ട സാധനം മുഖത്ത് കെട്ടിയാണല്ലോ ഈശ്വര ഞാൻ സുന്ദരി പൊട്ടിത്തൊഴിൽ മത്സരത്തിൽ പങ്കെടുത്തത്. ബൈക്കിൽ പോകുമ്പോ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി ഇത് മാസ്ക് ആയി കെട്ടി മാസ്ക് കാണിച്ച ഞാൻ ആരാ ഏട്ടാ? കൊണ്ടുപോടാ.